എം എ ബേബി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം എ ബേബി, സൗമ്യഭാവത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യത്തിനൊപ്പം തന്നെ ഒരേപോലെ ഉള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗമ്യഭാവവും. ഗായകൻ എന്ന നിലയ്ക്ക് ജനങ്ങളോടടുത്ത് നിന്ന ഒരു ഗായകനെ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തെ എങ്ങനെ ഓർമ്മിക്കുന്നു? നമ്മുടെ ലളിത സംഗീത ശാഖയിൽ വളരെ ഉന്നതമായ ആലാപന വൈദഗ്ധ്യം സ്വായത്തമാക്കിയ രണ്ട് പ്രതിഭകളാണ് ആധുനിക കേരളത്തിലുണ്ടായിരുന്നത്: ദാസേട്ടനും ഈ ജയചന്ദ്രനും. യേശുദാസ് എന്ന് പറയുന്ന അതുല്യനായ ഗായകൻ ഉള്ളപ്പോൾ ദാസേട്ടൻ പാടി ഭംഗിയാക്കി ഒരുപാട് പാട്ടുകൾ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഓർമ്മിക്കപ്പെടുന്ന അസംഖ്യം മനോഹര ഗാനങ്ങൾ പി ജയചന്ദ്രൻ, നമ്മുടെ ജയേട്ടൻ പാടിയെന്ന് പറയുമ്പോൾ ജയേട്ടന്റെ സംഗീത മികവിന്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യപത്രമാണത്. അപ്പോ സുപ്രഭാതം, ഹർഷബാഷ്പം തൂകി, അങ്ങനെ ഉപാസന, നിന്മണിയറയിലെ നിർമ്മലശയിലെ പറഞ്ഞാൽ തീരാത്തത്ര എത്രയെത്ര മനോഹര ഗാനങ്ങളാണ് പി ജയചന്ദ്രൻ പാടി. ഭാവഗായകൻ എന്നുള്ള വിശേഷണം സർവരിൽ നിന്നും ഏകസ്വരത്തിൽ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വ്യക്തിപരമായി അദ്ദേഹവുമായി ഇടപെടാൻ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിനയവും അതുപോലെ തന്നെ സൗഹൃദം കാസൂക്ഷിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ സവിശേഷതയും ഇതെല്ലാം ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. സ്വരലയ എന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ എന്നറിയാമല്ലോ. ദാസേട്ടന്റെ പേരിൽ കൈരളി ചാനല് സ്വരലയും ചേർന്ന് ഒരു പുരസ്കാരം ദാസേട്ടന്റെ 60ാം ജന്മദിനത്തിൽ ഏർപ്പെടുത്തി